നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ദിവസം സെപ്റ്റംബർ 30 സംതിങ് വെരി ബിഗ് ഈസ് ഹാപ്പനിങ് ഇൻ അമേരിക്കൻ പൊളിറ്റിക്സ്. അത് വേൾഡിനെ തന്നെ മാറ്റിമറിക്കും. ജിയോ പൊളിറ്റിക്സിലെ ഒരു ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല സ്പെക്കുലേഷൻസും ന്യൂസും കുറേ പേടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം, എന്താ കാര്യം നോക്കാം. ഡൊണാൾഡ് ട്രംപിൻ്റെ സെക്രട്ടറി ഓഫ് ഡിഫൻസ് എന്നായിരുന്നു നേരത്തെ, അതൊക്കെ മാറ്റി പേരൊക്കെ മാറ്റി വാർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ഒരു വലിയൊരു സീക്രട്ട് മിലിറ്ററി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അമേരിക്കയിലേക്ക്. അത് പെട്ടെന്നായിരുന്നു, ഒരാഴ്ചത്തെ നോട്ടീസേ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇങ്ങനെ ഒരു മീറ്റിംഗ് അല്ല, 900 സീനിയർ മിലിറ്ററി ഓഫീസേഴ്സിനെയാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. അതും കോമ്പാറ്റ് റീജിയൻസിലുള്ളവരെ പോലും വിളിച്ചിട്ടുണ്ട്. അത് ഇറാഖിലൊക്കെ യുദ്ധത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ജനറൽസിനും ബ്രിഗേഡിയർ റാങ്കിലുള്ള ആ സീനിയേഴ്സിനെയൊക്കെ അത് യുദ്ധമൊക്കെ മതി, ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലേക്ക് വെർജീനിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ വേൾഡ് വാർ സെക്കൻഡിന് പോലും ഇങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു മീറ്റിംഗ് ആണിത്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇവർക്ക് ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി മാത്രം ചിലവാകും. കാരണം ഈ ആൾക്കാരൊക്കെ ഓരോ സ്ഥലത്തല്ലേ, ഇവരിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്നെ വലിയൊരു ചിലവാണെന്നൊക്കെയാണ് US മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം എന്തായിരിക്കും ഇതിൽ സംഭവിക്കുക, എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിക്കുമോ? കാരണം ട്രംപ് ഒരു ട്വിസ്റ്റ് ഇറക്കിയിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ. യുക്രൈൻ്റെ അടുത്ത് പറഞ്ഞു, റഷ്യ നിങ്ങളെ നിന്ന് പിടിച്ചിട്ട് പോയ സ്ഥലമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മടക്കി എടുക്കാം കേട്ടോ, ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നില്ല അന്ന് പറഞ്ഞു. അന്ന് ഇവർ തമ്മിൽ ഒരു അടികൂടിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ല, നീ പൈസയൊന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ മറന്നു. ഇനിയിപ്പോൾ വേറെയായി, ഇപ്പോൾ ഉക്രൈൻ്റെ കൂടെ തന്നെയായി ട്രംപും. അതേപോലെ വേറൊരു സ്ഥലത്ത് ഈ ഇസ്രയേലുകാരൻ്റെ നെതന്യാഹു ചൈനയായിട്ട് ചെറിയൊരു ഒക്കെ ക്ലാഷിൽ വന്നിട്ടുണ്ട്. ചൈന ഇതിൻ്റെയൊക്കെ പിന്നിലാണ്, ഈ ആൻറ്റിസെമിറ്റിസമൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ചൈനീസ് ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നു, ഓൺലൈൻ പ്രസൻസ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ടെൻഷൻസ് ഉണ്ട് ചൈനയും ഇസ്രയേലും തമ്മിൽ. അപ്പോൾ സംഭവം ആർക്കും വലിയ പിടിയൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ വലിയൊരു മീറ്റിംഗ്, ഒരാഴ്ചത്തെ ടൈമിലാണ് ഈ ഇത്രയും വലിയൊരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ, ആകെ പ്രശ്നമാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തോ സംഭവിക്കുന്നുണ്ട്.